Hi all, welcome to my channel CSEB എക്സാം ഗൈഡ്. നമ്മുടെ ഈ ചാനൽ CSEB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടിയാണ്. സിലബസിലുള്ള സബ്ജക്റ്റിനെ കുറിച്ച് ഇനി മുതൽ റെഗുലർ വീഡിയോസ് ഉണ്ടാവും. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് മാർച്ച് 2 ജൂനിയർ ക്ലർക്ക് ക്യാഷർ തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 30 ആയിരുന്നു. എല്ലാവരും അപ്ലൈ ചെയ്ത് കാണും. ഇനി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. നല്ല കോമ്പറ്റീഷനുള്ള എക്സാമാണ് CSEB എക്സാം. ഇപ്പോൾ 80-ൽ 60 അല്ലെങ്കിൽ 65 എബോവ് മാർക്കുണ്ടെങ്കിൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ പേര് വരികയുള്ളൂ. ഒട്ടും വെയിറ്റ് ആയിട്ടില്ല. നന്നായി പ്രിപ്പയർ ചെയ്യാൻ ഇനി ഒത്തിരി ടൈമുണ്ട്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻസിനെ കുറിച്ചാണ്. 110 സെക്ഷൻസാണ് KCS ആക്ടിൽ ഉള്ളത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻസിനെ കുറിച്ച് 2 പാർട്സ് ആയിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് സെക്ഷൻസ് റിലേറ്റിംഗ് ടു രജിസ്ട്രേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. സെക്ഷൻ 3 രജിസ്ട്രാർ. സെക്ഷൻ 4 സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. സെക്ഷൻ 5 രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി. Section 6 Application for Registration. Section 7 Registration. കേരളത്തിലെ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസും KCS ആക്ടിലെ സെക്ഷൻ 7 അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. രജിസ്റ്റർ ചെയ്ത കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് സെക്ഷൻ 8 അനുസരിച്ചാണ്. സെക്ഷൻ 15 Cancellation of registration certificates of societies in certain cases. Section 74 Cancellation of registration of a society. ഇനി നമുക്ക് അമെൻമെൻറ്റ് ഓഫ് ബൈലോയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സെക്ഷൻ 10 ചേഞ്ച് ഓഫ് നെയിം ഓഫ് എ സൊസൈറ്റി. സെക്ഷൻ 11 ചേഞ്ച് ഓഫ് ലയബിലിറ്റി. Section 12 Amendments of bylaws of a society. Section 13 When amendment of bylaws come into force. ഇങ്ങനെ 4 സെക്ഷൻസ് ആണ് അമെൻമെൻറ്റ് ഓഫ് ബൈലോയുമായി റിലേറ്റ് ചെയ്ത് KCS ആക്ടിലുള്ളത്. ഇനി നമുക്ക് സെക്ഷൻസ് റിലേറ്റിംഗ് ടു മെമ്പർഷിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെക്ഷൻ 16 Persons who become members. Section 17 Expulsion of members. Section 18 Nominal or associate member. Section 19 Members not to exercise rights till payment is made. Section 19B Right of a member to get information. Section 25 Transfer of interest on death of members. Section 26 Liability of past member or of estate of deceased member. മെമ്പേഴ്സുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. സെക്ഷൻസ് റിലേറ്റിംഗ് ടു എലക്ഷൻ. സെക്ഷൻ 27 Final authority in a society. Section 28 Appointment of committee. Section 28A Reservation for women and members relating to SC or ST in committee. Section 28AA Reservation for persons with banking experience or professional qualifications in urban cooperative banks. Section 28AB Election and removal of President, Vice President, etc. Section 28B State Cooperative Election Commission. Section 31 Nominee of government on committee of an apex or central society. Section 32 Supersession of committee. Section 33
appointment of new committee or administrator on failure to constitute committee. Sections relating to disposal of net profit ഏതൊക്കെയാണെന്ന് നോക്കാം. Section 56 Disposal of net profit. Section 56A Disposal of non-banking assets. Section 57 Investment of funds. Section 57A The Cooperative Development Welfare Fund. Section 57B Deposit Guarantee Scheme. Section 57C Consortium Lending Scheme. Section 57D Cooperative Risk Fund Scheme. ഇത്രയുമാണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻസ്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഓഡിറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 2 സെക്ഷൻസ് ആണ്. സെക്ഷൻ 63 ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. സെക്ഷൻ 64 സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ദി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ്. ഇന്ന് നമ്മൾ 6 ഹെഡായിട്ടാണ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് പഠിച്ചത്. ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് അടുത്ത പാർട്ടിൽ നമുക്ക് പഠിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.